ബീച്ച് റിക്രിയേഷൻ സെന്ററിൽ പൊതുദർശനം തുടങ്ങിയിരിക്കുകയാണ്. ആദ്യമായി അവിടെ കൂടിയിരുന്ന MLA-മാരും മറ്റ് പ്രമുഖരും ഒക്കെ അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രവാഹം അവിടേക്ക് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ. അവരൊക്കെ പുറത്ത് കാത്തിരിക്കുകയാണ്. ഇപ്പോഴും ആ പൊതുദർശനത്തിൻ്റെ ഒഴുക്ക് ശരിയാവണ്ണമായിട്ടില്ല, അതിൻ്റെ ഓർഡർ ശരിയായിട്ടില്ല. കാരണം
അത്രമാത്രം ജനം അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. അതിനിടയിലൂടെ നമ്മൾ ഇപ്പോൾ ചാണ്ടിയുമ്മനെയും CR മഹേഷിനെയും ഒക്കെ കണ്ടു. അവരൊക്കെ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി കാത്തിരിക്കുന്നവരായിരുന്നു. അവർ അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ മറ്റ് ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനപ്പുറം ആയിരക്കണക്കിന് മനുഷ്യർ പുറത്ത് കാത്തു നിൽപ്പുണ്ട് VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ. വലിയ തിരക്ക്, എങ്ങനെ ഇത് അറേഞ്ച് ചെയ്യണം എന്നതൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അവിടെ അനുഭവിക്കുകയാണ്. ക്രമാതീതമായി ആളുകൾ അവിടേക്ക് എത്തുകയാണ്. ഏറെ നേരമായി കാത്തുനിന്ന മനുഷ്യരാണ്. അവിടെ എത്തിയ പ്രമുഖർ പോലും മണിക്കൂറുകളായിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു. അങ്ങനെ പുറത്തേക്ക് പോകേണ്ട വഴി ഏതാണെന്നൊക്കെ അവരോട് പ്രത്യേകം നേതാക്കൾ പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിനപ്പുറമുള്ള മനുഷ്യർ അവിടെ പുറത്ത് കാത്തിരിക്കുകയാണ്. മണിക്കൂറുകളായി മഴ കൊണ്ടും മറ്റുമൊക്കെ കാത്തു നിൽക്കുന്ന മനുഷ്യരാണ് അവർ. മണിക്കൂറുകളായി പ്രിയ സഖാവിനെ കാത്തു നിൽക്കുന്നവരാണ്. അവരെയൊക്കെ അകത്തേക്ക് പ്രവേശിപ്പിക്കണം, അവരൊക്കെ കണ്ടു മടങ്ങണം. VS-ന്റെ ഇവിടുത്തെ ഈ പൊതുദർശനം എത്ര മണിക്കൂർ നീളുമെന്ന് നമുക്കിപ്പോൾ പറയുക വയ്യ. അത്രയധികം മനുഷ്യർ VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ കാത്തു നിൽപ്പുണ്ട്. ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നേരത്തെ അല്പസമയം മഴയൊന്ന് കുറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്ത് മഴ ശക്തി പ്രാപിച്ചു. കൂടുതൽ പേർ അകത്തുണ്ട്. അവർ കണ്ടു മയങ്ങിയതിനു ശേഷം വേണം പുറത്തു നിൽക്കുന്ന മനുഷ്യർക്കകത്തേക്ക് പ്രവേശിക്കാൻ. ഇപ്പോൾ ആവർത്തിച്ച് ആളുകൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ആളുകൾ കണ്ട് പെട്ടെന്ന് മടങ്ങുന്നതിനുള്ള നിർദ്ദേശം, പോകാനുള്ള വഴികൾ സംബന്ധിച്ചൊക്കെയുള്ള അനൗൺസ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. ആളുകൾ അതിനിടയിൽ VS-ന് അഭിവാദ്യം അർപ്പിച്ച് മടങ്ങുന്നത് നമുക്ക് കാണാം. റീത്തുകൾ സമർപ്പിക്കപ്പെടുന്നു. അത് ഒരു നിമിഷം പോലും അവിടെ വെക്കാനാകുന്നില്ല. അതിനകം തന്നെ അത് മാറ്റുന്നുണ്ട്. കാരണം അത്രയധികം ആളുകൾ റീത്തുകളായും പുഷ്പങ്ങളുമായും ഒക്കെ കാത്തു നിൽക്കുകയാണ് VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനായി. പുറത്ത് ശക്തമായ മഴയുണ്ട്. ആ മഴയൊക്കെ അവഗണിച്ച് മനുഷ്യർ കാത്തു നിൽക്കുകയാണ്. എത്ര മണിക്കൂറിന്റെ കാത്തുനിൽപ്പാണ് പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. ഒന്ന് മുഷ്ടി ചുരുട്ടി ഒരു മുദ്രാവാക്യം വിളിച്ച് ലാൽ സലാം പറഞ്ഞ് ഒന്ന് വിട നൽകാനുള്ള നീണ്ട കാത്തിരിപ്പിലാണ് ആ മനുഷ്യർ. അവിടെ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുകയാണ്. ഏത് പ്രതിസന്ധിയെ അവഗണിച്ചും അവർ അവിടെ കാത്തു നിൽക്കും. അവർ ഉറച്ച മനസ്സോടുകൂടി നിൽക്കുകയാണ്. വാഹനം അവിടേക്ക് എത്തിയപ്പോൾ, വിലാപയാത്ര അവിടേക്ക് എത്തിയപ്പോൾ നമ്മൾ കേട്ടതാണ് അലമുറയിട്ട മാതിരിയുള്ള മുദ്രാവാക്യം വിളികൾ. അത് ഒരു മഹാസമുദ്രത്തിലെ തിരയിളക്കമായി നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. ആ മനുഷ്യർ അവിടെ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നു. അതിനപ്പുറം ഇതിനകം തന്നെ എത്തിച്ചേർന്ന മനുഷ്യരുണ്ട്. മന്ത്രിമാർ മുതൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളൊക്കെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു മണിക്കൂറുകളായി. ഇപ്പോൾ അവർക്ക് മുന്നിലൂടെ ആദ്യം വന്ന കുറേയധികം ആളുകൾ കണ്ടു മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. പുറത്തു നിന്നുള്ളവർക്ക് കൂടിയുള്ള എൻട്രി തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ആ ജനപ്രവാഹം എങ്ങനെ എന്നത് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും അവസാനം VS-ന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന മനുഷ്യനെയും VS-നെ കാണിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് മൃതദേഹം വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ. VS-ന് അന്ത്യനിദ്ര ഒരുക്കിയിരിക്കുന്ന ആ മണ്ണിലേക്ക് എത്തിക്കുകയുള്ളൂ. കാരണം ഇനി ഒരു അവസരം ആർക്കും ലഭിക്കില്ല. VS-നെ നെഞ്ചേറ്റിയ മനുഷ്യർ, കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തിയ മനുഷ്യർ, അവർക്ക് VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരമാണ്. അത് പ്രയോജനപ്പെടുത്താൻ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. അവരെ ഇനി നിരാശപ്പെടുത്താനാകില്ല. അതുകൊണ്ട് തന്നെ ഇവിടമാണ് ആ മനുഷ്യർക്ക് VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ഇടം. അതുകൊണ്ട് തന്നെ അവർ പുറത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും തുടരുന്ന ഈ ജനപ്രവാഹം അതെങ്ങനെ നിയന്ത്രിക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. സാധാരണ CPM-ൻ്റെയൊക്കെ പരിപാടികൾ എങ്ങനെയാണ് എന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കൃത്യമായിരിക്കും റെഡ് വോളണ്ടിയർമാർ പറയുന്ന നിശ്ചയിക്കുന്ന ഇടത്തുകൂടി ചലിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും സാധ്യമാകാത്ത വിധത്തിലുള്ള ജനപ്രവാഹമാണ്. നേതാക്കൾ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. VS-ന് ജനങ്ങൾ നൽകുന്ന സ്നേഹം അത് നമ്മൾ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കുകയാണ്. എത്ര നേരമായി തുടങ്ങിയതാണ്, അവിടേക്കുള്ള കാത്തിരിപ്പ് എത്ര മണിക്കൂറിൻ്റെതാണ്. ആ മനുഷ്യർ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ്. ഇപ്പോഴും അതിനിടയിലൂടെ കുറേയധികം പേർ കണ്ടു മടങ്ങുന്നുണ്ട്. മുദ്രാവാക്യം വിളിച്ച് പ്രിയ സഖാവിന് ലാൽ സലാം പറഞ്ഞ്
കണ്ണേ കരളെ VS പറഞ്ഞ് മടങ്ങുന്ന മനുഷ്യരെയും നമുക്ക് കാണാം. എന്തായാലും ആലപ്പുഴയുടെ സ്നേഹം, പുന്നപ്പറയുടെ സ്നേഹം VS ഏറ്റുവാങ്ങുകയാണ്. അവസാനമായി ആ മണ്ണിൽ അന്ത്യനിദ്രയിലാണ് VS. അവിടെ നിന്ന് മൃതദേഹം ഇനി കൊണ്ടുപോകുന്നത് VS അന്തിയുറങ്ങാൻ ആഗ്രഹിച്ച രക്തസാക്ഷികൾക്കൊപ്പം അവസാന നിദ്ര ഒരുക്കിയിരിക്കുന്ന പുന്നപ്ര വലിയ ചുടുകാട്ടിലേക്കാണ് VS അവിടെ നിന്നും കൊണ്ടുപോവുക. ഇപ്പോൾ പൊതുദർശനം അവിടെ തുടരുകയാണ്.